നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, BPL റേഷൻ കാർഡിന്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ സർക്കാർ പരിഗണിക്കുന്നതിനായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ്. BPL എന്നത് ബിലോ പോവർട്ടി ലൈൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ തിരിച്ചറിയാനും വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി എത്തിക്കാനുമാണ് ഈ വിഭാഗീകരണം. റേഷൻ കാർഡ് എന്നത് വെറും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള രേഖ മാത്രമല്ല. നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികളിൽ അർഹത നിർണയിക്കുമ്പോൾ റേഷൻ കാർഡിന്റെ വിഭാഗം ഒരു പ്രധാന മാനദണ്ഡമായി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ BPL കാർഡ് ലഭിക്കുമോ എന്നത് പല കുടുംബങ്ങൾക്കും വളരെ നിർണായകമായ വിഷയമാണ്. കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുൻപ് ഒരു കുടുംബത്തിനുണ്ടായിരുന്ന സ്വത്തോ സൗകര്യങ്ങളോ ഇന്ന് സാധാരണമായി തോന്നാം. ഉദാഹരണത്തിന്, ചെറിയ വിസ്തീർണമുള്ള വീടുകൾക്ക് പകരം പലരും വായ്പയെടുത്ത് അല്പം വലിയ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആ കുടുംബം സാമ്പത്തികമായി സമ്പന്നരാണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ ആശുപത്രിയിലേക്ക് പോകാനും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനും ജോലിക്ക് പോകാനും ആവശ്യമായ ഒരു ചെറിയ കാർ വാങ്ങിയത് കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് വിലയിരുത്തുന്നതും പലപ്പോഴും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനാവില്ല. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് നിലവിലുള്ള ചില മാനദണ്ഡങ്ങൾ കാലാനുസൃതമായി പുനഃപരിശോധിക്കേണ്ടതെന്ന അഭിപ്രായം വിവിധ മേഖലകളിൽ നിന്നുയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഭേദഗതികൾ സർക്കാർ തലത്തിൽ പരിഗണനയിലുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു കുടുംബത്തിന്റെ അർഹത നിർണയിക്കുമ്പോൾ പല ഘടകങ്ങളും പരിശോധിക്കാറുണ്ട്. കുടുംബത്തിന്റെ വരുമാനം, വീടിന്റെ സ്വഭാവം, ഭൂമിയുടെ വിസ്തീർണം, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം, കുടുംബാംഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ നിരവധി വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാവുന്നത്. അതായത്, ഒരു കാര്യം മാത്രം നോക്കിയല്ല അർഹത തീരുമാനിക്കുന്നത്. പല മാനദണ്ഡങ്ങളും ചേർന്നാണ് അപേക്ഷ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് ഒരു ചെറിയ വാഹനമുണ്ടെന്ന കാരണത്താൽ മാത്രം അർഹത നഷ്ടമാവുമോ, അല്ലെങ്കിൽ ഒരു കാര്യം മാറിയാൽ എല്ലാവർക്കും കാർഡ് ലഭിക്കുമോ എന്ന കരുതുന്നത് ശരിയല്ല. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വിഷയത്തിലേക്ക് കടക്കാം. അത് വീടിന്റെ വിസ്തീർണമാണ്. നിലവിൽ ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള വീടുകൾ BPL വിഭാഗത്തിൽ ഉൾപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. എന്നാൽ പുതുക്കിയ നിർദ്ദേശങ്ങളിൽ ഈ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1200 മുതൽ 1300 സ്ക്വയർ ഫീറ്റ് വരെ വീടുകൾ ഉള്ള കുടുംബങ്ങൾക്കും ചില സാഹചര്യങ്ങളിൽ അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഇത് പ്രാബല്യത്തിലുള്ള നിയമമല്ല. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ കൃത്യമായ പരിധിയും നിബന്ധനകളും വ്യക്തമാവുകയുള്ളൂ. അതിനാൽ എൻ്റെ വീട് 1250 സ്ക്വയർ ഫീറ്റ് ആണ്, ഇനി എനിക്ക് ഉറപ്പായും BPL കാർഡ് കിട്ടും എന്ന നിഗമനത്തിലെത്താൻ ഇപ്പോൾ കഴിയില്ല. അപേക്ഷകൾ വിലയിരുത്തുമ്പോൾ വീടിന്റെ വിസ്തീർണം മാത്രമല്ല മറ്റു മാനദണ്ഡങ്ങളും പരിശോധിക്കപ്പെടാം. ഇവിടെ ഒരു പ്രായോഗിക ഉദാഹരണം നോക്കാം. ഒരു കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ സഹായവും ബാങ്ക് വായ്പയും ഉപയോഗിച്ച് ഒരു വീട് നിർമ്മിച്ചു എന്ന് കരുതാം. അന്ന് നിർമ്മാണ ചെലവ് കുറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ചെറിയ അറ്റകുറ്റപ്പണികളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയതോടെ പഴയ പരിധിയേക്കാൾ അല്പം കൂടുതലായി. എന്നാൽ ആ കുടുംബത്തിന്റെ വരുമാനം ഇന്നും പരിമിതിയായിരിക്കാം. കടബാധ്യതകൾ ഉണ്ടാവാം. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് കൂടിയിരിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയ്ക്കായി വലിയ തുക ചെലവ് ഉണ്ടായേക്കാം. ഇത്തരം കുടുംബങ്ങളെ വീടിന്റെ വിസ്തീർണം മാത്രം കണക്കാക്കി ഒഴിവാക്കുന്നത് നീതിയുക്തമാണോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. അതുകൊണ്ടാണ് വീടിന്റെ വിസ്തീർണ മാനദണ്ഡം കാലാനുസൃതമായി പുനഃപരിശോധിക്കണമെന്ന അഭിപ്രായം ശക്തമായത്. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടുമോ, എങ്ങനെ നടപ്പാക്കുമോ എന്നതെല്ലാം സർക്കാർ പുറത്തിറക്കുന്ന അന്തിമ ഉത്തരവിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും പുതിയ വീട് നിർമ്മിക്കുകയോ നിലവിലെ വീടിന്റെ വിവരങ്ങൾ പുതുക്കുകയോ ചെയ്യുന്ന സമയമായിരിക്കും.
അത്തരം സാഹചര്യങ്ങൾ ഔദ്യോഗിക ഉത്തരവ് വരുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. സർക്കാർ വിജ്ഞാപനം, സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അറിയിപ്പുകൾ, ബന്ധപ്പെട്ട അധികാരികളുടെ ഔദ്യോഗിക വിശദീകരണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ചെയ്താൽ പിന്നീട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അനാവശ്യ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇനി കൂടുതൽ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. അത് വാഹനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു കുടുംബത്തിന് 4 ചക്രവാഹനം ഉണ്ടെന്ന കാരണത്താൽ മാത്രം പലരും BPL കാർഡിന് അർഹരല്ലെന്ന് കരുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ എല്ലാ വാഹനങ്ങളെയും ഒരേ രീതിയിൽ വിലയിരുത്തുന്നത് എല്ലായ്പ്പോഴും ശരിയായ ചിത്രം നൽകണമെന്നില്ല. കാരണം ഇന്ന് ചെറിയ കാർ സ്വന്തമാക്കുന്നത് പഴയതുപോലെ വലിയ ആഡംബരമല്ല. ബാങ്ക് വായ്പ, EMI സംവിധാനം, ഉപയോഗിച്ച വാഹനങ്ങളുടെ വിപണി എന്നിവ വ്യാപകമായതോടെ പല സാധാരണ കുടുംബങ്ങളെയും യാത്രാ ആവശ്യങ്ങൾക്കായി ചെറിയ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെ ഒരാൾ ദിവസം 30 കിലോമീറ്റർ അകലെയുള്ള ജോലി സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ടെന്ന് കരുതുക. പൊതുഗതാഗത സൗകര്യം പരിമിതമാണെങ്കിൽ ഒരു ചെറിയ കാർ വാങ്ങുന്നത് ആ കുടുംബത്തിന് ആവശ്യമായി വരാം. അതുകൊണ്ട് മാത്രം ആ കുടുംബം സാമ്പത്തികമായി ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചാണ് ചെറിയ എൻജിൻ ശേഷിയുള്ള വാഹനത്തെക്കുറിച്ച് പ്രത്യേക ഇളവുകൾ നൽകണമോ എന്ന കാര്യം സർക്കാർ തലത്തിൽ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 1000 cc താഴെയുള്ള എൻജിൻ ശേഷിയുള്ള വാഹനങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമമല്ല. ഔദ്യോഗിക ഉത്തരവ് വന്നതിന് ശേഷം ഇതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു വാഹനത്തിന്റെ എൻജിൻ കപ്പാസിറ്റി മാത്രം നോക്കി BPL കാർഡ് അനുവദിക്കണമോ നിഷേധിക്കണമോ കരുതാൻ കഴിയില്ല. അപേക്ഷ പരിശോധിക്കുമ്പോൾ കുടുംബത്തിന്റെ ആകെ സാമ്പത്തിക സാഹചര്യം, വരുമാനം, മറ്റ് സ്വത്തുക്കൾ, ഭൂമി, വീടിന്റെ വിവരങ്ങൾ എന്നിവയും ഒരുമിച്ച് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് എനിക്ക് 900 cc കാറുണ്ട്, ഇനി എനിക്ക് ഉറപ്പായും BPL കാർഡ് കിട്ടുമെന്ന നിഗമനത്തിലേക്ക് പോകുന്നത് ശരിയല്ല. അതുപോലെ കാർ ഉള്ളവർക്ക് ഇനി എല്ലാവർക്കും കാർഡ് കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. ഇനി ഒരു ഉദാഹരണം നോക്കാം. ഒരു കുടുംബത്തിന് 10 വർഷം പഴക്കമുള്ള ചെറിയ കാർ മാത്രമേ ഉള്ളൂ. കുടുംബനാഥൻ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. വരുമാനം പരിമിതമാണ്. വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്കായി പലപ്പോഴും ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു. ഇത്തരം കുടുംബങ്ങൾക്ക് വാഹനം ഒരു ആഡംബരമല്ല, മറിച്ച് ആവശ്യമാണ്. അത്തരം യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചാണ് ചെറിയ വാഹനങ്ങളെ കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നത്. എന്നാൽ മറുവശത്ത് വരുന്ന വിലയുള്ള വാഹനങ്ങളും വലിയ സ്വത്തുക്കളും മറ്റ് സാമ്പത്തിക ശേഷിയും ഉള്ളവർക്ക് ഈ ഇളവുകൾ സ്വമേധയാ ബാധകമാകില്ല. അതിനാൽ അന്തിമ തീരുമാനം അപേക്ഷയുടെ സമഗ്ര പരിശോധനയെ അടിസ്ഥാനമാക്കിയിരിക്കും. അടുത്തായി ഭൂമിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കാം. BPL അർഹത നിർണ്ണയിക്കുമ്പോൾ കുടുംബത്തിന്റെ കൈവശമുള്ള ഭൂമിയും ഒരു പ്രധാന മാനദണ്ഡമാണ്. ഇതുവരെ ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള ഭൂമിയുള്ളവർക്ക് അർഹത ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഭൂമി ഉണ്ടെന്നത് മാത്രമല്ല പ്രധാന കാര്യം, ആ ഭൂമി ഉപയോഗപ്രദമാണോ, കൃഷിക്ക് അനുയോജ്യമായതാണോ, വരുമാനം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വർഷങ്ങളായി തരിശായി കിടക്കുകയാണോ, ഇത്തരം ചോദ്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഉപയോഗശൂന്യമായതോ അതോ കൃഷിക്ക് അനുയോജ്യമല്ലാത്തതോ ആയ ഭൂമിയുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകാമോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതായ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായേക്കാം. കാരണം പലർക്കും പാരമ്പര്യമായി ലഭിച്ച ഭൂമി ഉണ്ടെങ്കിലും അതിൽ നിന്നും യാതൊരു വരുമാനവും ഉണ്ടാവാറില്ല. ചില സ്ഥലങ്ങളിൽ പാറപ്രദേശമായിരിക്കും, ചിലത് കൃഷി ചെയ്യാൻ കഴിയാത്ത നിലയിലായിരിക്കും, ചിലത് നിയമപരമായ തർക്കങ്ങളിൽ കുടുങ്ങിയതായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഭൂമിയുടെ വിസ്തീർണം മാത്രം കണക്കാക്കി സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നത് എല്ലായ്പ്പോഴും യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കണമെന്നില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളുടെ വീടിന്റെ രേഖകൾ, ഭൂമിയുടെ രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, വാഹന വിവരങ്ങൾ, ആധാർ, റേഷൻ കാർഡ് വിവരങ്ങൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കുക. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതായി സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രം അപേക്ഷാ നടപടിയിലേക്ക് കടക്കുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.